ഇതിനത് കഴിഞ്ഞിട്ടൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇഡലി എന്ന. ഏതാണ്ട് വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പരിപാടിയിൽ ചെയ്യാനുണ്ട്. അല്ലാണ്ട് ഈ ഒരു ഇഡലി നിന്ന് എന്തെങ്കിലും ആവുമോ നമുക്ക്? 3 പേർക്ക് ഓരോ പ്ലേറ്റ്. ഓരോ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ പ്ലേറ്റ് പോലെയാ. പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ആദ്യം ഇത് എന്ത് ഇഡലിയാണ്? എക്സെപ്ഷണലി നൈസ് ചട്നി. ഇതൊരു സ്ഥിര ഏർപ്പാടാവോ? ചിലപ്പോ ആവും, പൊടി ഇരിക്കണോണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇഡലി ഉണ്ടാക്കാൻ പോവാ. ഇഡലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിൽ കോരി ചുട്ട ഇഡലി. അതെ, ഒരു പ്രത്യേക തരത്തിലുള്ള ഇഡലിയാണ്. പ്ലേറ്റിൽ കോരി ചുട്ട ഇഡലി അല്ല, പ്ലേറ്റിൽ കോരി പുഴുങ്ങിയെടുക്കണ ഇഡലി. അതെ, ഇപ്പൊ രണ്ടപ്പച്ചമ്പം വെച്ചു, പഴയ അലൂമിനിയം അടുപ്പത്ത് വെച്ചു, സ്റ്റീലിന്റെ സ്റ്റീമറും വെച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടിലും എന്ന് പറഞ്ഞാൽ രണ്ടിലും ഓരോന്ന് ഒറ്റയടിക്ക് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് ദേ കുഞ്ഞു പ്ലേറ്റിലേക്ക് ഞാൻ മാവ് ഒഴിക്കുക കേട്ടോ. ഇതൊന്നും പ്രത്യേകതയൊന്നുമില്ല. ഇഡലി തട്ടിന് പകരം പ്ലേറ്റിൽ ഒഴിക്കണമെന്ന് മാത്രം. പ്ലേറ്റിൽ എണ്ണ തടവിയ പ്ലേറ്റ് കേട്ടോ. അതറിയാലോ, വിട്ടുപോരാൻ വേണ്ടി എണ്ണ തടവിയ പ്ലേറ്റ്. പിന്നെ അധികം തിക്നെസ്സിൽ നമുക്ക് വെക്കണ്ട, വേവ് കിട്ടാനായിട്ട്. സൺഡേ മോർണിംഗ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇതിനത് കഴിഞ്ഞിട്ടൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇഡലി എന്ന. കൂട്ടൊക്കെ ഇത് തന്നെ, സാധാരണ ഇഡലിയുടെ കൂട്ട് തന്നെ. പക്ഷെ ഇത് ലാസ്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ ഒരു പണിയുണ്ട് ഇതിൽ. അത് നിങ്ങളെ സസ്പെൻസിലിരിക്കട്ടെ, കാണിക്കാം. അവനാണ് പണി കഴിക്കാൻ നേരത്തല്ലേ. ഇത് മതി തിക്നെസ്. ഒരു പ്ലേറ്റിൽ അങ്ങ് ഇഡലി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. കാരണം 2-3 എണ്ണം തിന്നണ മെനക്കേട് ഒഴിവാക്കാം. 2 എണ്ണത്തിന്റെ ഉള്ളതേ ഉണ്ടാവുള്ളൂ. ചെറിയ പ്ലേറ്റ് അല്ലേ. രണ്ടിലും വെക്കും കേട്ടോ. അതെ, ചുമ്മാ ഒന്നുമില്ലതേ ഉപയോഗിക്കാൻ വെക്കണം. ഒരു 10 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. എനിക്ക് കൃത്യസമയമൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല ഇഡലി പുഴുങ്ങുമ്പോൾ. അടയ്ക്കുവാണേ ഇത്. അതും അടയ്ക്കാം, ഇതും അടയ്ക്കാം. അവി വന്നു, വെള്ളം തികന്നത് കൊണ്ട്. ഞാൻ അവിടെ ഇരുന്ന് വേവട്ടെ അല്ലേ. അപ്പം ഞാൻ അതിനു മുമ്പ് ഒരു ട്രിപ്പ് കുഞ്ഞിഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല പൂ പോലത്തെ ഇഡലി, സോഫ്റ്റ് ആൻഡ് പൂ പോലെ ഇരിക്കുന്ന ഇഡലി. ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പൊട്ടിച്ചത് അപ്പുറത്തെ ബർത്തിലായിരിക്കുന്നത്, എടുത്തുകൊണ്ട് വരാൻ കഴിക്കാൻ നേരത്ത്. ഏതാണ്ട് വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പരിപാടിയിൽ ചെയ്യാനുണ്ട്. ഇത് ഞാൻ അടപ്പെടുക്കട്ടെ കേട്ടോ. ഈ അടപ്പെടുക്കൽ ഇത് ഭയങ്കര ഈ മുറുക്കിയിരിക്കണേന്ന് ഇച്ചിരി കെണിയാണ്. രണ്ടും എടുക്കാം. എന്നാ ചെയ്യണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേ കട്ടയായിട്ടിരിക്കണ നെയ്യാണ്. ഇതേ അപ്പം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മെൽറ്റ് ആയിക്കോളും. കട്ടയായിരിക്കണോണ്ട് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അതങ്ങ് ഉരുകി ചേർന്നോളും. അത്രയും വേണോ? അത്രയും വേണ്ട, അത് സ്വയം അങ്ങ് മെൽറ്റ് ആയിക്കോളും. എന്നാ കുഴപ്പമില്ല. നല്ല ഗീട മണം. നമ്പീശനാണോ ഇത്? മറന്നുപോയി ഏതാണ്. പോരെ, ഇനി അങ്ങ് ചേർന്നോളും. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അടയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് ഉരിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് എടുക്കാൻ വെന്തിട്ടുണ്ട് കേട്ടോ. എടുത്ത് പുറത്ത് വെച്ചേച്ച് വേണം. ഇത് ചൂടോടുകൂടി അടർത്തി എടുക്കാൻ പറ്റില്ലല്ലോ. അതെ, ഇങ്ങോട്ട് വെക്കാം. ദേ നെയ്യൊക്കെ സ്പ്രെഡായോ? അതായിക്കോളും. നെയ്യിലാണ് അതിന്റെ രുചി ഇരിക്കുന്നത്. ഇത് മതിയില്ലെങ്കിൽ നെയ്യ് ചേർക്കണ്ടല്ലോ. വേണ്ട, ഒന്ന് പാത്രം ഒന്ന് ചുറ്റിച്ചാ മതി. ചൂടാന്നേ, ഈ പറയുന്ന പോലെ എളുപ്പമല്ല ഇത്. ഓരോന്നും നമുക്ക് അടർത്താൻ, ചൂടോടുകൂടി അടർത്താൻ വെച്ചിട്ട് ഇതാണ് ഞാൻ വെള്ളമൊക്കെ സ്പൂണിൽ നനച്ചിട്ടുണ്ട് കേട്ടോ. ചൂടോടുകൂടി ഇത് അടർത്തിയ കാര്യം, വെളിച്ചെണ്ണ പുരട്ടിയതാണെങ്കിലും വിട്ടുപോരാൻ ഇച്ചിരി ഇതുണ്ടാവും. ഇച്ചിരി തണുക്കുവാണ് നല്ലത്. പിന്നെ ടൈം കുറച്ചായി, അതുകൊണ്ട് എടുക്കുവാണ്. അങ്ങനെ എടുക്കാൻ പറ്റില്ല. പോന്നു. എണ്ണ തടവിയതുകൊണ്ടാണ്. അല്ല, എണ്ണ തടവിയാലും ചൂടുള്ള സാധനം അതിൽ നിന്ന് ഇത്രയും വിസ്തൃതമായിട്ടുള്ളത് അടർത്തി എടുക്കുമ്പോൾ ശരിയാവില്ല. സ്വല്പം തണുക്കണം. വെള്ളത്തിൽ സ്പൂൺ ഇട്ടേച്ച് ആ സ്പൂൺ കൊണ്ട് ആണ് സാധാരണ ഈ ഇഡലി കുഞ്ഞിഡലിയൊക്കെ കോരിയെടുക്കണം. അത് സ്പൂൺ ഇട്ടതിൽ കോരാൻ പറ്റില്ല. കാരണം ഇത് വലിപ്പം കൂടുതലുണ്ട്. വലിപ്പം കൂടുതലുള്ളത് അങ്ങനെ സ്പൂൺ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോരും. അപ്പം അതാണ് കുഴപ്പം. അപ്പം ഇച്ചിരി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ വിട്ടുപോരും. നമ്മൾ വട്ടയപ്പൊക്കെ എടുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കൂല, ഇത് കട്ട് ചെയ്യാൻ പറ്റൂല. അത് പറ്റില്ല. 3 പേർക്ക് ഇഡലി റെഡിയായി. വേറെ ഇവിടെ ഉണ്ട്, വേറെയും ഉണ്ട്. അല്ലാണ്ട് ഈ ഒരു ഇഡലി നിന്ന് എന്തെങ്കിലും ആവുമോ നമുക്ക്? ഇനി ചൂടാനിരിപ്പുണ്ട്. അടുത്തത് ട്രിപ്പ് അടുപ്പത്തേക്ക് വെക്കണം. അപ്പം നമുക്കിനി അടുത്ത ലാസ്റ്റ് പരിപാടി ഇതിലേക്ക് ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോണത്.
മെയിൻ സംഭവം ചേർക്കാം കേട്ടോ. ഇവനാണ് ചട്നി പൗഡർ. ചട്നി പൗഡർ ഹോം മെയ്ഡ് ആട്ടോ. ഇവിടെയല്ലേ കട്ട് ചെയ്യണേ? നമ്മള് മസാലപ്പൊടിയൊക്കെ മേടിക്കണ അവിടുത്തെ ഹോം മെയ്ഡ് ആണ്. ദേ ആദ്യമായിട്ടാ ഇഡലിപ്പൊടി അവിടെ നിന്ന് മേടിക്കണത്. എനിക്ക് കണ്ണാടി വെച്ചില്ലെങ്കിൽ ശരിക്ക്. ഇതിന് എത്ര രൂപയാ? പറയാം. ഒരു പാക്കറ്റ് ചട്നി പൗഡറിന് 75 രൂപയാട്ടോ. നല്ല പാക്കിങ് അല്ലേ? ഓ ഇത് വിട്ടുപോകുന്നില്ല വെച്ച നല്ല ബല. അതെന്നാന്ന് വെച്ചാൽ കറക്റ്റ് നല്ല വൃത്തിയായിട്ടത് പാക്ക് ചെയ്തേക്കണത്. ദേ നല്ല കട്ടിയുള്ള നല്ല പാക്കേജ്. ഇടട്ടെ എന്നാ? ഉണങ്ങിയ സ്പൂൺ വേണം. ഇടുവാണേ. ഹോം മെയ്ഡ് ആകുമ്പോ പിന്നെ നമുക്ക് പേടിക്കണ്ട ഒന്നുകൊണ്ടും അല്ലേ. നമുക്ക് ഇച്ചിരി നെയ് മീതെ വെക്കണം കേട്ടോ, ഒരു പൊടിക്ക് അതിലേക്ക് ബ്ലെൻഡ് ആവാൻ. ഇട്ടട്ടെ. നല്ല മണം, നല്ല സ്മെല്ല്. അത് പരിപ്പിന്റെ ഒക്കെ മണം. അത് ശരിയാ. എന്തൊക്കെയോ ഉഴുന്നുപരിപ്പോ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. അതിൽ എഴുതിയിട്ടുണ്ട്, നോക്കാം. അത് പരിപ്പിന്റെ മണം തന്നെ ഉണ്ട് നല്ല. ഇഡലി, റൈസ്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ചില്ലി, പെപ്പർ, സോൾട്ട്, കായം, നെയ്യ് ഉരുക്കിയത്. ഇനി അങ്ങ് നെയ്യ് അതിൽ കട്ടയായിരിക്കണോണ്ട് ഞാൻ തവയിലേക്ക് അങ്ങ് ഉരുക്കിയതാട്ടോ. അപ്പം അത് അതിലേക്ക് ചേർത്താലേ അത് ശരിയായി വരുവുള്ളൂ. ഉഗ്രന 3 പേർക്ക് ഓരോ പ്ലേറ്റ്. ഓരോ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ പ്ലേറ്റ് പോലെയാ. പിന്നെ ഇതേ കഴിക്കാൻ വേറെ ഇരിക്കണം. ചെറുതും കൂടെ കഴിച്ചാലേ നമുക്ക് ആവുള്ളൂ. അല്ലാണ്ട് ഈ ഒരു ഇഡലി തിന്നാൽ നമുക്ക് വല്ലതും ആവുമോ? അതായിരിക്കും മിക്കവാറും എൻ്റെ. അതാ കണ്ടമാനം കോരി ഒഴിക്കണം. ഇല്ല, ഏത് വേണമെങ്കിലും എടുത്തു. അതിലൊരു കരടുണ്ട്, അത് മാറ്റിയേക്കാം. നെയ്യ് തവയിൽ കിടന്ന കടുകാട്ടോ. കടുക് പൊട്ടിച്ചതാകും ചമ്മന്തിക്ക്, മറ്റേ ചമ്മന്തിക്ക്, തേങ്ങാ ചമ്മന്തിക്ക് അതിന്റെ കടുകാട്ടോ കിടക്കണത്. അത് ഞാൻ മാറ്റിയേക്കാം. പ്രശ്നം ഇതിലേക്ക് ഒഴിച്ചോ? ബാക്കി നീ ഇല്ല, ഇതിലേക്ക് അധികം ഒഴിച്ചില്ലല്ലോ. അതിലില്ലെന്നധികം. ഇതിലില്ല ഒഴിക്കാൻ. ഇനി ഉരുക്കണം വേണമെങ്കിൽ. ഉണ്ടായിരുന്നത് മറ്റേ പ്ലേറ്റിലേക്കാണ് ഒഴിച്ചത്. ഇതുപോരെ? ഇനി പൊടി ഇടണ്ടല്ലോ. വേണ്ട, കേമന. പൊടി നല്ലതാ. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ആദ്യം ചമ്മന്തി, ഇഡലിപ്പൊടി ഇട്ട ഇഡലി, ഇഡലിപ്പൊടി ഇടാത്ത വേറെ ഇഡലിയും ബാക്കിയുണ്ട്. ടേസ്റ്റ് ചെയ്തേച്ച് പറയാൻ പറ. ഇത് എന്ത് ഇഡലിയാണ്? വട്ടം കൂടിയ ഇഡലിയാണ് ഇന്നത്തെ. അതെ, വട്ടം കൂടിയ ഇഡലി. ഓരോന്നേ സാമ്പിൾ. പൊടിയോടൊപ്പം ബട്ടർ ഉണ്ടോ? ഇപ്പൊ ഒന്ന് പരീക്ഷിക്കാം. ഉഗ്രനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇഡലിപ്പൊടി ഇട്ട ഇഡലി എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല പൊടിയല്ലേ പിന്നെ. ഇവിടെ സാധാരണ ഉണ്ടാക്കുന്ന ഇഡലി നല്ലതാണ്. പൊടിയുടെ കാര്യം ഒന്ന് പറഞ്ഞേരെ. മിക്സ് ആവുന്ന ഈയിടെ ഇഡലിയിൽ കഴിച്ച ഇഡലി ഇതുപോലെ ആയിരുന്നല്ലോ. കുറച്ചുകൂടെ വ്യത്യസ്തതയുണ്ട്. ഇഡലി ഒരു വേൾഡ് വൈഡായിട്ട് അക്സെപ്റ്റഡായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ആവിയിൽ ചുട്ടെടുക്കുന്നതുകൊണ്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട്, ഡിഷായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. വളരെ പ്രശസ്തവുമാണത്. കൊള്ളാം, നല്ല ഇളക്കുക കേട്ടോ. ഇത് നമ്മുടെ ചമ്മന്തി. ഇത് ചമ്മന്തി ഒന്നും വേണ്ട ശരിക്കും കഴിക്കാൻ. പക്ഷേ കൊച്ചു ഇഡലിക്ക് ചമ്മന്തി വേണ്ടേ? നല്ലതാ. പുതുവൊക്കെ പറ, ഞാൻ വരാപ്പൻ. വളരെ നല്ലതാണ്. ഒരു എക്സെപ്ഷണലി നൈസ് ചട്നി. എനിക്ക് തേങ്ങാ ചമ്മന്തി അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ ഈ ചട്നി ഇതിൻ്റെ ശരിയായ കോമ്പിനേഷൻ അതാണ്. അമ്മ പൊടി ഇട്ട ഇഡലിയാണ് ആദ്യം കഴിക്കാൻ പോകുന്നത്. കഴിച്ചോ? ഇത് നിന്റെ കഴിക്കുന്നു. ഞാനെടുത്തോളാം. ചൂടാറിയതാ കുഴപ്പം. ഇവനാണ് പൊടിയിട്ട ഇഡലി. നീ ഇതൊരു സ്ഥിര ഏർപ്പാടാവോ? ചിലപ്പോ ആവും, പൊടി ഇരിക്കണോണ്ട്. കാരണം എന്നാന്നോ, നല്ലതാ. സാമ്പാർ ഉണ്ടാക്കും, പിന്നെ ഇഡലി ഉണ്ടാക്കിയ സാമ്പാറിൻ്റെ കൂടെ കോമ്പിനേഷനായി പൊക്കോളൂല്ലോ. ഇതിനു വേണ്ടി ചുമ്മാ തേങ്ങാ ചമ്മന്തി പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കണ്ടല്ലോ.
അപ്പോൾ പൊടി ഇരിക്കുവാണെങ്കിൽ ഞാൻ ഇച്ചിരി ഇതിലങ്ങ് ചാലിക്കും. പൊടിയിട്ട ഇഡലി. പൊടിയിട്ട ഇഡലി അല്ല, പൊടിയിട്ട ഇഡലി ആക്കണമെന്നില്ല. പൊടി ചാലിച്ചേച്ച് സ്മോൾ ഇഡലി ഉണ്ടാക്കിയും കഴിക്കാമല്ലോ. പിന്നെ പൊടിയിട്ട ഇഡലി ഒരു വെറൈറ്റി. അപ്പൊ വേറൊരു വെറൈറ്റി. കൊച്ചി ഇഡലിയിൽ പൊടിയിട്ട പൊടിയും ഗീയും തമ്മിലാ മിക്സ് ചെയ്തിരിക്കുന്നത്. അതെ, ഇവിടെ പറഞ്ഞിട്ടാ ഗീ ഒഴിച്ചാൽ മതിയെന്ന്, വെളിച്ചെണ്ണ വേണ്ടാന്ന്. അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ലതാ, ഒരു ചേഞ്ചാ. ഈ ഇഡലിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പ്ലേറ്റിൽ കോരി നമ്മൾ ഒഴിച്ചെടുക്കുമല്ലേ, വേവിച്ചെടുക്കുമ്പോൾ ഈ ഇഡലി ചെറുതായതുകൊണ്ട് നമുക്ക് ചൂടോട് കൂടിയാണെങ്കിൽ വെള്ളത്തിൽ മുക്കിയ തവി കൊണ്ടൊക്കെ സ്പൂണ് കൊണ്ട് ഇളക്കി പോന്നു കഴിഞ്ഞാൽ ഒട്ടും പ്രശ്നമില്ലാതെ പോരും ബാക്കൊക്കെ. മിനുസം ഈ എണ്ണ തടവിയേച്ചാണല്ലോ കോരി ഒഴിക്കുന്നത്. ഇതിൽ എണ്ണ തടവിയേച്ച് കോരി ഒഴിച്ചാലും ഈ ഇത്രയും വിസ്തൃതം ഉള്ളത് കൊണ്ട് ഇത് തണുത്തതിന് ശേഷം അടർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചൂടങ്ങ് ആറിപ്പോവും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇതിന് ചൂടാറാതെ തന്നെ നമുക്ക് അടർത്തിയെടുക്കാം. ഇഡലി തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞതാട്ടോ. പ്ലേറ്റിൽ കോരി ഒഴിക്കുന്നതും ഇതും തമ്മിലുള്ള ഡപ്പച്ചമ്പിൽ തമ്മിൽ കോരി ഒഴിച്ചേച്ച് ചുടുവല്ലേ. അപ്പം ഇച്ചിരി തണുക്കാതെ എത്ര എണ്ണ തടവിയ പ്ലേറ്റ് ആണെങ്കിലും ഇച്ചിരി ചൂടാറാതെ ഇത് അടർത്തിയെടുക്കാൻ പറ്റൂല. കാരണം കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല വട്ടയപ്പം പോലെ. ഈ ഫോമിൽ തന്നെ എടുക്കണമെങ്കിൽ എല്ലാം ഒന്ന് തണുത്തതിന് ശേഷമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാട്ടോ. പിന്നെ ഈ പൊടി വളരെ നല്ലതാണ്. പൊടി വളരെ നല്ലതാണ്. അത് പൊടി വളരെ നല്ലതാണ്. പാക്കിങ്ങും ഞാനതൊന്നും അടർത്താൻ ഇച്ചിരി വിഷമിച്ചു. നല്ല പാക്കിങ്, സിപ്പ് ലോക്ക് നല്ല നല്ല അങ്ങനെ ഞാൻ വെച്ചേക്കണം. വേറെ കുപ്പിയിലേക്ക് ആക്കിയിട്ടില്ല, അതുകൊണ്ട് നല്ലതാണ്. അത് നമ്മൾ സ്ഥിരം മേടിക്കുന്ന സ്ഥലത്തെ ചട്നിപ്പൊടി കേട്ടോ. അപ്പോൾ ഓക്കെ, ഒരിക്കലും അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അതിൻ്റെ വാട്സപ്പിൽ നോക്കി അറിയാം റേറ്റ് പറഞ്ഞേക്കാം ഞാൻ. ഓക്കെ, നീ കഴിച്ചോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെയുള്ള വ്യത്യസ്തതകൾ പരീക്ഷിക്കുന്നത് ഇഷ്ടമാണോ? അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കാറുള്ള വ്യത്യസ്തമായ ആ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് പറയൂ കേട്ടോ. നല്ല രസമല്ല അത് കാണാനും കേൾക്കാനും. ഞാനും കഴിക്കാൻ പോവാണ്. നല്ല രുചിയുണ്ട് കേട്ടോ. പൊടി നല്ല, നമ്മൾ അന്ന് ആ കടയിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എനിക്കിഷ്ടമായി പൊടി, നല്ല പൊടിയാണ്. വല്യപ്പ എപ്പോഴും പറയും ഈ പൊടി ഇഡലിക്കും ദോശയ്ക്കും നല്ലതാണ്. ചിലർക്ക് പൊടി ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് സാമ്പാർ ചട്നി അതൊക്കെ ആയിരിക്കും ഇഷ്ടം. എനിക്ക് പൊടി ഇഷ്ടമാണ്. കാഞ്ഞനമറ്റത്തെ ഏലിയാമേന്റി വന്നപ്പോൾ ഈ പൊടി ഉണ്ടാക്കി തന്നേച്ച് പോയതാ പണ്ട്. നല്ല രുചിയുണ്ട് കേട്ടോ. ഒരു 10-30 കൊല്ലം മുമ്പ്. എനിക്ക് ഇഷ്ടപ്പെടും. അവർ ഈ പുറത്തായിരുന്നുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള സംഗതി ഏലിയാമാൻറ്റിക്ക് പൊടി കൂടുതൽ എനിക്ക് തമിഴ് ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്നാ എനിക്ക് തോന്നണത്. ഏലിയാമാൻറ്റിക്ക് ഒരുപാട് പാചകം അറിയായിരുന്നല്ലോ. അവര് സെക്കൻഡറാബാദിലല്ലോ, ആന്ധ്രയിലെങ്ങാണ്ടായിരുന്നു. ഇവിടുത്തെ അപ്പച്ചൻ്റെ പെങ്ങടെ മകളാട്ടോ. അപ്പം അവരൊക്കെ മരിച്ചു പോയി കേട്ടോ. അവര് പണ്ട് വെക്കേഷന് വരുമ്പോൾ അമ്മ വീടല്ലേ, ഇവിടെയും തറവാട്ടിൽ ഓരോ ദിവസം നിൽക്കും. അപ്പോൾ വരുമ്പോൾ പല പാചകവും മമ്മി പറയും. ഈ പുതിനയില കൊണ്ട് മമ്മിക്ക് അന്ന് ഒരുപാട് പുതിനയുടെ പരിപാടി മുറ്റത്തുണ്ടായിരുന്നു. അത് പറിച്ചുകൊണ്ട് വന്ന് കഴുകി ഇതാക്കി വെച്ച് കാന്താരി മുളകും ഇഞ്ചിയും ചുമന്നുള്ളി ചേർക്കുന്നു തോന്നണം. ഒട്ടും തേങ്ങ ഇടാതെ ചമ്മന്തി ഉണ്ടാക്കുന്ന നല്ല രുചിയായിരുന്നു. ദോശയ്ക്ക് അതെനിക്കറിയില്ല. മമ്മി പറഞ്ഞു നല്ല രുചിയായിരുന്നു. ഒട്ടും തേങ്ങ ഇടാതെയായിരുന്നു. പുതിന ഇച്ചിരി ഒരു കുത്തുണ്ടായി. എനിക്ക് തോന്നുന്നു നാരങ്ങ എന്തോ. ഞാൻ പിന്നെ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല. അടുപ്പത്തെ ഇഡലി നോക്കട്ടെ, അല്ലെങ്കിൽ അത് ഇപ്പൊ കാപ്പി തരാം. അപ്പൊ പൊടിയും ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്ത് അവസാനം കഴിക്കണം. കഴിച്ചോളാൻ പറഞ്ഞ ചമ്മന്തി കലക്കി വെച്ചേക്കണം. പിന്നെ അത് ശരിയാവോ ഇല്ല അല്ലെങ്കിൽ. എടി നീ ഇത് ഒരെണ്ണം ചെറുത് തിന്നോ? പത ഇല്ലാന്നും പറഞ്ഞ അമ്മയ്ക്കൊരു വിഷമം. നിന്റെ പതപ്പിക്കാം. വേണ്ടെന്നേ. വേണം, ഒരു പതയും വേണ്ട. ഇനി വൈകുന്നേരത്തേക്ക് ഈ ചട്നി വെച്ചേക്കാം. ഇഡലി 5-8 ബൗളിൽ ഇരിപ്പുണ്ട്. അപ്പച്ചമ്പിലൊന്ന് പിടിച്ചു വെച്ചേരെ. ഇഡലി ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, മതിയായിട്ട എല്ലാവർക്കും. എവിടെ ഇരിപ്പുണ്ട് അപ്പച്ചമ്പിൽ. അപ്പയ്ക്ക് ഇച്ചിരി പൊടി മുകളില് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഈ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഡേ വിശേഷങ്ങൾ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബായ്, നാളെ കാണാം.